ഗൈസ്, സോ ഞാൻ അതിന് ഒരേപോലെ ഇങ്ങനെ വ്ളോഗ് എടുത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സഞ്ജുവിന്റെ വീട്ടിലേക്ക് പോണേയാണ് കേട്ടോ. സഞ്ജുവിന്റെ വീട് വരുന്നത് തത്തപ്പള്ളിയിലാണ്. സോ ഞങ്ങൾ വന്നപ്പോഴേക്കും സഞ്ജു വിചാരിച്ചില്ല ഇത്രയും നേരത്തെ ഞങ്ങൾ വരുമെന്ന്. അങ്ങനെ എത്രയും പെട്ടെന്ന് റെഡിയായി. ഞങ്ങൾ അന്ന് പോയത് തന്നെ ഇത് സഞ്ജുവിന്റെ സ്വന്തം നിശ്ചയിച്ചാണ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സ് കുറച്ച് തയ്ക്കാൻ കൊടുത്തത്. സോ അവിടെ കൊടുത്തതിന് ശേഷം വീഡിയോയിൽ വാ സഞ്ജു എന്ന് പറയുമ്പോൾ ഇല്ല എന്നെ കാണാൻ കൊള്ളത്തില്ല എന്ന് പറയുന്ന സഞ്ജുവാണ് നിങ്ങൾ ഈ കാണുന്നത്. ആൻഡ് സഞ്ജുവിന്റെ വീടിന്റെ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. അത് സഞ്ജുവിന്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയി ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുത്തെ സ്ഥലങ്ങൾ ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് സഞ്ജുവിന്റെ അമ്മ ഒരു പോസൊക്കെ വെച്ച് ഹായ് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അവിടെ ഇതേപോലെ തന്നെ താമരത്തിന്റെ കുളമൊക്കെ ഉണ്ടായിരുന്നു, കോഴിയുണ്ട്, താറാവുണ്ട്. ഈ പറയുന്നത് തന്നെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് തത്തപ്പള്ളി എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് എനിക്ക് ഇതിന്റെ പേരറിയത്തില്ല, പക്ഷെ നമ്മൾ ഈ മീനൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് നമ്മൾ മറ്റേ വെള്ളത്തിൽ നിന്ന് ഉപയോഗിക്കുമല്ലോ, ആ സംഭവമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ കുറേ നേരം നിന്നിട്ട് കാരണം നല്ല പ്ലേസ് ആയിരുന്നു. ഞാനും സഞ്ജുവിന്റെ അമ്മയും സഞ്ജുവും അലീനയും ഞങ്ങളെല്ലാവരും അവിടെ കുറേ നേരം ഇരുന്നിട്ടോ. ആൻഡ് ഞങ്ങളവിടെ വെള്ളത്തിലൊക്കെ കുറച്ചു നേരം കാലക്കിട്ടിരുന്ന് അത് ആസ്വദിച്ചപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ വന്നിട്ട് ഈ വല പോലത്തെ സാധനം പൊക്കുന്നത്. അത് ആ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണോ ചേട്ടൻ പൊക്കുന്നത്. ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ ഇത് പൊങ്ങും, അതേപോലെ തന്നെ നോക്കി മീനൊക്കെ ഉണ്ടോ നോക്കിയതിനു ശേഷം താഴ്ത്തി അത് ഈ ബൈക്കിൽ കണക്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഈ ടെക്നോളജി വർക്ക് ചെയ്തത്. എന്തായാലും അത് അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോയി. സോ അത്രയുള്ള ഈ വീഡിയോയിൽ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.